ഇന്ത്യയിൽ ഉപയോഗിച്ച കാറുകൾക്ക് GST 12% നിന്ന് 18% ഉയർത്തി. കർഷകർ വിൽക്കുന്ന കുരുമുളകിനും ഉണക്കമുന്തിരിക്കും GST ഒഴിവാക്കി. അതേസമയം ഇൻഷുറൻസുകളെ GST പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതിൽ 55ാമത് GST കൗൺസിൽ യോഗത്തിലും തീരുമാനമായില്ല. ഉപയോഗിച്ച കാറുകൾ യൂസ്ഡ് കാർ കമ്പനികളിൽ നിന്നും വാങ്ങിയാൽ GST നിരക്ക് കൂടും. ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ പഴയതും ഉപയോഗിച്ചതുമായ കാറുകളുടെ GST നിരക്ക് 12% നിന്ന് 18% ഉയർത്തിയത്. പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5% GST. വ്യോമയാന ഇന്ധനത്തെ GST പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കൗൺസിൽ തള്ളി. It's not been agreed on. States did not feel comfortable. They didn't want ATF because they saw it as part of the crude petroleum diesel basket, and therefore they said that alone cannot be taken out, and therefore that continues to remain where it is today. ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്കുള്ള GST ഇളവ് ജനുവരിയിൽ നടക്കുന്ന യോഗത്തിൽ വീണ്ടും പരിഗണിക്കും. ഇ-കൊമേഴ്സ് വഴിയുള്ള ഭക്ഷണ വിതരണത്തിലെ GST സംബന്ധിച്ച് ചർച്ചകൾ നടന്നെങ്കിലും തീരുമാനമെടുത്തില്ല. जब खाने की चीज के ऊपर 5% है, डिलीवरी के लिए ज्यादा होना है कि नहीं होना है, क्या है, इसके ऊपर विस्तार से चर्चा हुआ है और इसका निर्णय नहीं हुआ. और जब तक निर्णय GST काउंसिल तक नहीं आता, उसके ऊपर प्लीज स्पेकुलेट नहीं करना. പോപ്കോണിന് 5 മുതൽ 18% വരെ നികുതി ഈടാക്കും. കാരമൽ പോപ്കോണിന്റെ GST 18% ഉയർത്തി. പഞ്ചസാര ചേർത്ത ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ ഉയർന്ന നിരക്കുണ്ടെന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം. ജീൻ തെറാപ്പിയെ GSTയിൽ നിന്ന് ഒഴിവാക്കി. ഫോർട്ടിഫൈഡ് നെല്ലിന്റെ നിരക്ക് 5% കുറച്ചു. കർഷകർ വിൽക്കുന്ന കുരുമുളകിനും ഉണക്കമുന്തിരിക്കും GST ഒഴിവാക്കി. വായ്പാ തിരിച്ചടവ് വൈകിയതിന് ബാങ്കുകൾ ഈടാക്കുന്ന പിഴയ്ക്ക് GST ചുമത്തില്ലെന്നും ധനമന്ത്രി അറിയിച്ചു. ലോങ് റേഞ്ച് സർഫസ് എയർ മിസൈലുകളുടെ ഉപകരണങ്ങൾക്കും സോഫ്റ്റ്വെയറുകൾക്കുമുള്ള നികുതി ഇളവ് നീട്ടി. ചെറുകിട കമ്പനികളുടെ രജിസ്ട്രേഷൻ സുഗമമാക്കുന്നതിനായി പുതിയ രജിസ്ട്രേഷൻ പ്രക്രിയ കൊണ്ടുവരുമെന്നും ധനമന്ത്രി പറഞ്ഞു. കേരള മാതൃകയിൽ പ്രളയ സെസ് ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ നടപടിക്രമങ്ങളും സംവിധാനവും നിർണ്ണയിക്കാൻ മന്ത്രിമാരുടെ സമിതിയും രൂപീകരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.